വെൽക്കം ടു തെക്കൻ വ്ളോഗ്സ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വാഹനം ടൊയോട്ടയുടെ ഇന്നോവ 2011 മോഡൽ ഒറിജിനൽ കേരള രജിസ്ട്രേഷനാണ്. ഈ ഒരു വീഡിയോ കൊണ്ട് പൂർണ്ണമായിട്ടും ഈ വാഹനത്തിൻ്റെ പെർഫോമൻസ് അറിയാൻ പറ്റും. കാരണം എല്ലാ ടെറൈനിലും ഓൾമോസ്റ്റ് ഓൾ ടെറൈനിലും വാഹനം യൂസ് ചെയ്യുന്നതുകൊണ്ട് അത്രയ്ക്കും ഇതായിട്ടുള്ളൊരു മൗണ്ടനിൽ ഓടിക്കുന്നതുകൊണ്ട്, മൗണ്ടൻ ക്ലൈംബ് ചെയ്യുന്നതുകൊണ്ട്, പിന്നെ അല്ലാത്ത റോഡ്സിൽ പെർഫോമൻസ്, സ്റ്റെബിലിറ്റി, എൻഡൂറൻസ്, ടേണിംഗ് റേഡിയസ് എല്ലാ തരത്തിലുള്ള ആംഗിളിലും ഈ വാഹനം നോക്കുന്നുണ്ട്. ഇത് 4 സിലിണ്ടർ വാഹനമാണ്, 4 വാൽവാണ്. DOHC ഡോക്ക് കോൺഫിഗറേഷനാണ് വരുന്ന വാൽവിൻ്റെ. ഫ്യൂവൽ സപ്ലൈ CRD ആണ് വരുന്നത്. ഇത് ഒരു 5 സ്പീഡ് ഗിയർ ആണ് വരുന്നത്. അത്ര പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു വണ്ടി ആണ് ഇന്നോവ. അതുകൊണ്ട് തന്നെയാണ് മാർക്കറ്റിൽ ഒരുപാട് കാലം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. ക്രിസ്റ്റയെക്കാട്ടിയും എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ്. 2494 cc വരും വാഹനത്തിൻ്റെ എൻജിൻ കപ്പാസിറ്റി. അതേപോലെ തന്നെ ഫ്യൂവൽ ആണെങ്കിൽ 55 ആണ് വരുന്നത്. ഒരു MUVയിൽ വരുന്ന വെഹിക്കിളാണ്. ഭാരത് സ്റ്റേജ് 3 ആണ് വാഹനം. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കോയിൽ സ്പ്രിങ്, ഡബിൾ വിഷ്ബോൺ വിത്ത് സ്റ്റെബിലൈസറാണ് ഇതിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രൈവാണ്, അത്ര കംഫർട്ടബിളാണ്. ഇതൊരു നമ്മളൊരു ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്ന എങ്ങനെയാണോ അതേപോലത്തെ ഒരു കംഫർട്ട് കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് ഈ വാഹനം ലോങ് ഡ്രൈവ്സിന് പ്രിഫർ ചെയ്യുന്നത്. ക്രിസ്റ്റയും നമ്മുടെ ഈ ഇന്നോവയായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ക്രിസ്റ്റയെക്കാളും ഫാർ ബെറ്ററാണ്, എൻ്റെ അഭിപ്രായത്തിലുള്ളതാണ്. ഫാർ ബെറ്ററാണ് വാഹനം. റിയർ സസ്പെൻഷൻ 4 ലിങ്ക് കോയിൽ സ്പ്രിങ് സസ്പെൻഷനാണ് വരുന്നത്. അതേപോലെ തന്നെ സ്റ്റിയറിംഗ് ഗിയർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ റാക്ക് ആൻഡ് പില്യൻ ടൈപ്പാണ് വരുന്നത്. നല്ല ടേണിംഗ് റേഡിയസ് ഉണ്ട്, വളരെ കുറഞ്ഞ ടേണിംഗ് റേഡിയസ് ആയതുകൊണ്ട് കംഫർട്ടബിൾ ആണത്. പിന്നെ ഫ്രണ്ട് ബ്രേക്ക് വെന്റിലേറ്റഡ് ഡിസ്ക് ആണ് വരുന്നത്. റെയർ ഡ്രം ആണ് വരുന്നത്. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ 17.5 സെക്കൻഡ്സ് ആണ്. 0 to 100 17.5 സെക്കൻഡ്സ്. വളരെ നാരോ ആയിട്ടുള്ള റോഡാണ്. അതേപോലെ തന്നെ ഭയങ്കര വലിയ കയറ്റമാണ്. എങ്കിൽ പോലും സുഖമായിട്ട് വാഹനം ഒരു ലാഗും ഇല്ലാതെ തന്നെ കയറുന്നുണ്ട്. അതേപോലെ തന്നെ ഡ്രൈവിംഗ് കംഫർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവർക്ക് അതേപോലെ തന്നെ പാസഞ്ചർക്കും ഒരേപോലെ കംഫർട്ട് ഡെലിവർ ചെയ്യുന്ന വാഹനമാണ്. പ്രിഫറൻസ്, അതായത് ഒരു MUV അല്ലെങ്കിൽ SUV രണ്ടിലെയും ഒരു ക്രോസ് വരുന്ന ഒരു വാഹനമാണ്. അതിൽ ഏറ്റവും പെർഫോമൻസും ഇപ്പോഴും നമുക്ക് എത്ര ഓടിച്ചു കഴിഞ്ഞാലും നമുക്ക് മടുക്കാത്തൊരു വാഹനമാണ് ഈ ടൊയോട്ടയുടെ ഇന്നോവ. $1,60,000 കിലോമീറ്റർ ഓടിയ ഒരു വാഹനമാണ്. 1,50,000 മേജർ സർവീസും ചെയ്തിട്ടുള്ള വാഹനമാണ്. അപ്പം 2011 മോഡലിൻ്റെ ഇന്നോവയുടെ വാഹന വിശേഷമായിട്ട് നമുക്ക് പോവാം. ഓക്കെ, ഇതിൻ്റെ നമുക്ക് ഫ്രണ്ട് നോക്കാം. 2011 ഡിസംബർ മോഡലാണ്. 2012 തൊട്ട് 2013 ഫേസ് ലിഫ്റ്റ് ഓപ്ഷൻ വന്നു. അതിനുശേഷം 2013 തൊട്ട് 2015 വരെ നെക്സ്റ്റ് ഫേസ് ലിഫ്റ്റ് ഓപ്ഷൻ വന്നു.
അപ്പം 2011 ഓപ്ഷനിലാണെങ്കിൽ നമ്മുടെ ഹെഡ് ലാംപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കൂടെ ഒതുങ്ങിയ ടൈപ്പ് ഹെഡ് ലാംപ്സ് ആണ്. ഫ്രണ്ട് ബമ്പറും ഫ്രണ്ട് ഗ്രില്ലും കുറച്ചുകൂടി ഒതുങ്ങിയ ടൈപ്പാണ്. അപ്പം നമുക്ക് അധികം 2011 മോഡൽ എടുക്കുന്നവർ, അല്ലെങ്കിൽ ടൈപ്പ് 2 എടുക്കുന്നവർ, അല്ലെങ്കിൽ ടൈപ്പ് 1 എടുക്കുന്നവർ അത് ടൈപ്പ് 4 ശ്രമിക്കും, അല്ലെങ്കിൽ ഈ വാഹനങ്ങൾ ടൈപ്പ് 4 വാഹനം എടുക്കാനായിട്ട് അവർ ശ്രമിക്കും. പക്ഷേ എപ്പോഴും 2011 മോഡൽ ഇതാണ് ജെന്യുവനായിട്ടുള്ള വാഹനം എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈപ്പ് 4 വാഹനമാക്കുവാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് ബമ്പർ, ഫ്രണ്ട് ഗ്രിൽസ്, അതേപോലെ തന്നെ ഫ്രണ്ട് ബോണറ്റ്, ലൈറ്റ്, സൈഡ് ഫെൻഡേഴ്സ് മാറിയിട്ടുണ്ടാവും. മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും അറിയാൻ പറ്റത്തില്ല അതൊരു ആക്സിഡൻറ്റ് വെഹിക്കിളാണോ എന്ന്. പക്ഷേ നമ്മൾ ആ വാഹനം പോയി എടുക്കും. 2015 മോഡലാക്കിയ ടൈപ്പ് 4 വാഹനമാണെന്ന് പറഞ്ഞെടുക്കും. അപ്പം നോർമലി നമ്മൾ ഒരു ടൈപ്പ് 2 വാഹനം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒറിജിനൽ കണ്ടീഷനിൽ നമ്മൾ ആ വാഹനം എടുക്കുന്നതായിരിക്കും എപ്പോഴും നമുക്ക് നല്ലത്. ടൈപ്പ് 4 കൺവേർട്ട് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ആ ഒരു കണ്ടീഷനിൽ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. എഞ്ചിൻ ഭാഗം നോക്കാം. നല്ല വെയിറ്റ് ഉള്ളൊരു ബോണറ്റാണ്. ലോഡിങ്കാരനെ വിളിക്കണമെന്നാണ് തോന്നുന്നത് കേട്ടോ, അത്ര വെയിറ്റ് ഉണ്ട് ബോണറ്റ്. അപ്പോൾ നമ്മൾ എഞ്ചിൻ്റെ ഭാഗം നോക്കുവാണെങ്കിൽ ഇതിൽ അഫ്രോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംവിധാനം, നോർമലി ആ കുറ്റി പോലത്തെ ഒരു സംവിധാനം വരത്തില്ല. ഇത് നമ്മുടെ ടൈമിംഗ് ചെയിന് മാറിയുണ്ട്. ഇത് 1,50,000 ടൈമിംഗ് ചെയിന് ഈ വാഹനത്തിൽ മാറിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ എഞ്ചിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 102 PS അറ്റ് 3600 RPM ആണ് ഈ വാഹനത്തിന് വരുന്ന മാക്സിമം പവർ. ടോർക്ക് എന്ന് പറഞ്ഞാൽ 20.4 kgm അറ്റ് 3400, അതായത് 1400 to 3400 RPM ആണ് മാക്സിമം ടോർക്ക് വരുന്ന. അതുകൊണ്ട് തന്നെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റൈഡിംഗ് ആണ്, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള. നിങ്ങൾക്കറിയാൻ പറ്റും, ഈ വീഡിയോയിൽ തന്നെ ഉണ്ട്, ഒരു വലിയ ഒരു കയറ്റം, ഒരു മൗണ്ടൻ ക്ലൈംബ് ചെയ്ത് സിമ്പിളായിട്ടാണ് കയറിയത്. അതേപോലെ തന്നെ ഒരു ഹൈവേസിലാണെങ്കിലും ഭയങ്കരമായിട്ടുള്ളൊരു മൈലേജിൻ്റെ പെർഫോമൻസ് ഡെലിവർ ചെയ്യുന്ന വാഹനമാണ്. മൈലേജ് നമ്മൾ നോക്കുവാണെങ്കിൽ 12.8 ആണ് കമ്പനി പറയുന്നത്. അതും ഒരു നമ്മുടെ ഒരു ഡ്രൈവിൽ കമ്പനി പറയുന്നത്. ഹൈവേസിൽ സിറ്റിക്കകത്താണെങ്കിൽ 10-നകത്തുള്ളൊരു മൈലേജാണ് ഈ വാഹനത്തിന് പറയുന്നത്. നമ്മൾ ഈ വാഹനത്തിൻ്റെ ബോണറ്റ് നമുക്ക് ക്ലോസ് ചെയ്യാം. നമ്മുടെ ഈ വാഹനത്തിൻ്റെ ലെങ്ത്ത് നോക്കുവാണെങ്കിൽ 4580 mm ആണ് ലെങ്ത്ത് വരുന്നത്. അതേപോലെ തന്നെ വീതി ഭയങ്കര കംഫർട്ടബിളായിട്ടുള്ള വീതിയുണ്ട്. 1770 mm ആണ് വീതി വരുന്നത്. ഹൈറ്റ് എന്ന് പറയുന്നത് 1775 mm ആണ് ഹൈറ്റ് വരുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ്, ഇതിൻ്റെ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നതെന്ന് പറഞ്ഞാൽ 176 mm ആണ് വരുന്നത്. അത് ഒരു 15 ഇഞ്ച് വീല് ഇട്ടേക്കുന്ന സാഹചര്യത്തിലാണ് വരുന്നത്. അതായത് 205/665 ടയേഴ്സ് ഇടുമ്പോഴാണ്. പക്ഷേ ഇത് വ്യത്യസ്തമായിട്ടുള്ള ഒരു അലോയ്സാണ് ഇട്ടേക്കുന്നത്. അതായത് 40,000 രൂപ വിലയുള്ള അലോയ്സാണ് ഇട്ടേക്കുന്നത്. 617 അലോയ്സാണ് ഈ വാഹനത്തിൽ ഇട്ടേക്കുന്നത്. അതായത് 215/55/617 അലോയ്സാണ് ഈ വാഹനത്തിൽ വന്നേക്കുന്നത്. ടേണിംഗ് റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5.4 ആണ് ഈ വാഹനത്തിൻ്റെ ടേണിംഗ് റേഡിയസ് വന്നത്. കംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റി ഡ്രൈവിന് പോലും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടേണിംഗ് റേഡിയസാണ് ഈ വാഹനത്തിന് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ സുഖകരമായിട്ടുള്ള റൈഡ്, അത് സിറ്റിയിലാണെങ്കിലും ശരി, ലോങ് ആണെങ്കിലും ശരി, ഹംബി ആയിട്ടുള്ള റോഡാണെങ്കിലും ശരി, മൗണ്ടൻ ക്ലൈമ്പിംഗ് ആണെങ്കിലും ശരി, ഏതിലാണെങ്കിലും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഭയങ്കര ഒരു പെർഫോമൻസ് തരുന്നൊരു വാഹനമാണ്. 2011 മോഡൽ ഇന്നോവയുടെ ഇൻറ്റീരിയർ നമുക്കൊന്ന് നോക്കാം.
ഇൻറ്റീരിയറിൽ എന്തൊക്കെയാണ് പ്രത്യേകത ഉള്ളത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ചൊന്ന് കാണണം. നിങ്ങൾക്ക് ഈ വണ്ടിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ വീഡിയോ കൊണ്ട്. അങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻറ്റീരിയറിൽ വരുവാണെങ്കിൽ ഇതിൽ OVRM എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനുണ്ട്. OVRM എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്, 4 പവർ വിൻഡോസ് ഉണ്ട്, ഫ്രണ്ട് 2 ഡോറും ബാക്ക് 2 ഡോറും പവർ വിൻഡോസ് ഉണ്ട് ഈ സൈഡിലായിട്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ ജോയ്സ്റ്റിക്ക് പോലെ മിററിൻ്റെ ഒരു സംവിധാനമുണ്ട്. അതായത് OVRM എന്നാണ് പറയുന്നത്. ഇൻറ്റീരിയറിൽ അകത്തിരുന്നുകൊണ്ട് നമുക്ക് നമ്മുടെ മിറേഴ്സ് ഓപ്പറേറ്റ് ചെയ്യാൻ പറയും. ഗ്ലാസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻറ്റീരിയേഴ്സാണ്. അതേപോലെ ഹെഡ് ലാമ്പ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഉള്ളത്. പിന്നെ വണ്ടിയുടെ നമുക്ക് മീറ്റർ കൺസോൾ നോക്കാം. നമുക്ക് മീറ്റർ കൺസോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മീറ്റർ കൺസോളിൽ ഡോർ അജാർ വാർണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഇതിൽ ഫ്യൂവൽ ഇൻഡിക്കേറ്റർ ഉണ്ട്. ഫ്യൂവൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ റിസർവ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഇൻഡിക്കേഷൻ വരും. പിന്നെ ഫ്യൂവൽ എത്ര ഉണ്ടെന്നുള്ള ഒരു ഓപ്ഷൻ അതുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഹീറ്റ് കോൾഡ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഓപ്ഷൻ. പിന്നെ സ്റ്റിയറിങ്ങിൽ നമ്മൾ മീറ്റർ ബോർഡിൽ വേറെ നോക്കുവാണെങ്കിൽ നമുക്ക് ട്രിപ്പ് എത്ര കിലോമീറ്റർ ഓടിയെന്നുള്ള അല്ലെങ്കിൽ എത്ര കിലോമീറ്റർ അത് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ള ഒരു വാഹനമാണ്. ഈ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ആണ്. ടിൽറ്റ് സ്റ്റിയറിംഗ് എന്ന് പറയും. നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ഈ സ്റ്റിയറിങ്ങിൽ നമുക്ക് ആവശ്യത്തിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ടിൽറ്റുമാണ്. ടിൽറ്റ് സ്റ്റിയറിംഗ് ഓപ്ഷനുള്ള ഒരു വാഹനമാണ്. G4V വാഹനമാണിത്. അപ്പോൾ ഇതിൽ പിന്നെ ഓട്ടോമാറ്റിക് നമ്മൾ AC നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോള് വരുന്ന AC ആണ്. അതായത് നമ്മുടെ കൂളിങ്ങിനനുസരിച്ചിട്ട് അത് ഒരു നിശ്ചിത കൂളിങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവും. പിന്നെ സെറ്റ് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലൂടൂത്ത് ടച്ച് സ്ക്രീൻ സെറ്റാണ് വെച്ചേക്കുന്നത്. ഓട്ടോകോപ്പ് എന്ന് പറഞ്ഞിട്ട് നല്ല ക്വാളിറ്റിയുള്ള ഒരു കമ്പനിയുടെ ആണ് വെച്ചേക്കുന്നത്. പിന്നെ നമുക്ക് സമയം അറിയാനായിട്ടാണെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ടൈം അറിയാനുള്ള ഒരു ഇതുള്ള ഉണ്ട്. AC ഭയങ്കര കൂളിംഗ് ഉള്ളൊരു AC ആണ് ഈ വാഹനത്തിൽ വെച്ചേക്കുന്നത്. നല്ല കൂളിംഗ് എന്ന് പറഞ്ഞാൽ നല്ല കൂളിംഗാണ്. അതായത് ഇന്നോവയുടെ AC എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക കൂളിംഗാണ്. നമ്മളൊരു ഫ്രീസറിൽ കയറി ഇരിക്കുന്ന പോലെ ഇരിക്കും, അത്ര കൂളിംഗാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും സാധനം വെക്കണമെങ്കിൽ അതിനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഡീഫോഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനുണ്ട്. ഹീറ്റർ ഉണ്ട്. സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിലാണെങ്കിൽ സീറ്റ് ഹൈറ്റ് കൂട്ടാൻ പറ്റും. അതേപോലെ തന്നെ ബാക്കിലോട്ട് സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം സ്റ്റിയറിങ്ങിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് സൗകര്യമായിട്ട് നമ്മുടെ ഇഷ്ടം പ്രകാരം നമുക്ക് ഈ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ആംറസ്റ്റ് വയ്ക്കാം, അതിനുള്ള സൗകര്യമുണ്ട്. അതേപോലെ തന്നെ ആംറസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഈ ആംറസ്റ്റിൻ്റെ അകത്ത് വെക്കാനുള്ള സൗകര്യമുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളതാണ് ആംറസ്റ്റ് വരുന്നത്. ഇതിൻ്റെ നമുക്ക് പാസഞ്ചർ സൈഡ് പോകാം. ഇതൊരു 7 സീറ്റർ വാഹനമാണ്. 7 സീറ്റർ വാഹനത്തിൽ ഇത് ബക്കറ്റ് സീറ്റാണ് വന്നേക്കുന്നത്. ബക്കറ്റ് സീറ്റ് ആയതുകൊണ്ട് 7 സീറ്ററാണ് വന്നേക്കുന്നത്. നോർമലി 8 സീറ്റർ വാഹനമുണ്ട്. 8 സീറ്റർ ആകുമ്പോഴത്തേക്ക് ഇതുപോലെ ഫോൾഡിംഗ് ടൈപ്പ് ബക്കറ്റ് സീറ്റ് വരത്തില്ല, അല്ലാതുള്ള സീറ്റാണ് വരുന്നത്. പിന്നെ നമുക്ക് ഹാൻഡ് റെസ്റ്റും നല്ല സൗകര്യപ്രദമായിട്ടിരിക്കാനുള്ള ഹാൻഡ് റെസ്റ്റ് ഉണ്ട്. സെൻട്രലൈസ്ഡ് ഈ വാഹനത്തിൽ വരുന്നത്. പിന്നെ ഈ സെൻട്രലൈസ്ഡ് AC പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു റെയർ കൂളിങ്ങിൻ്റെ ഓപ്ഷനുണ്ട്. അപ്പോൾ സെൻട്രൽ AC വരണം, അതിന് റെയർ കൂളിംഗ് വേണം, കൂളർ വേണമെങ്കിൽ അതിൽ ഹൈ ഇടണമെങ്കിൽ അതിനനുസരിച്ചിട്ട് സ്വിച്ച് നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഹൈ AC അതിനനുസരിച്ചിട്ട് കിട്ടും. പിന്നെ അതേപോലെ തന്നെ ലൈറ്റിനുള്ള ഒരു LED ലൈറ്റ് നമുക്ക് ആവശ്യത്തിന് ഉപകരിക്കാനായിട്ടുള്ള LED ലൈറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ ഒരുപാട് നമുക്ക് സ്പേസ് കിട്ടും. എന്തെങ്കിലും വെക്കണമെങ്കിൽ, ഗ്ലാസ് വെക്കണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഗ്ലാസ് വയ്ക്കാം. സ്പെക്സാണ് ഞാൻ ഉദ്ദേശിച്ചത്, അത് വെക്കാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ ബാക്കിലാണെങ്കിലും കംഫർട്ടബിളായിട്ട് 3 പേർക്ക് ഇരിക്കാനുള്ള പറ്റും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഹെഡ് റെസ്റ്റിന് ഉള്ള ഒരു ഓപ്ഷനുള്ള ഒരു വാഹനമാണ്. സുഖമായിട്ട് യാത്ര. ഇത് തിരുമലയ്ക്കും മലയൻകീഴിനും ഇടയ്ക്കുള്ള സ്ഥലമാണ്. പഴയ ക്വാറി ഉണ്ടായിരുന്നു 10-20 വർഷങ്ങൾക്ക് മുമ്പേ. വലിയ മലയായിരുന്നു. പക്ഷേ ക്വാറിക്കാർ പകുതിയോളം മല
കൊണ്ടുപോയി. ബാക്കിയുള്ള അവിടുത്തെ നാട്ടുകാരൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗമാണ്. എങ്കിൽ പോലും ഇപ്പോഴും വളരെ സുന്ദരമായിട്ടുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് ഏകദേശം ഒട്ടുമിക്ക പ്രദേശങ്ങളും കാണാനും പറ്റും. സ്ഥിരമായിട്ട് ഇപ്പോൾ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലമാണ്. 2011 ഡിസംബർ മോഡലുള്ള ഇന്നോവയെക്കുറിച്ചിട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനൽ തെക്കൻ വ്ളോഗ്സ് ആണ്. ഇനിയും ഒരുപാട് നല്ല നല്ല വീഡിയോസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇന്നോവയുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്.